അർജന്റീന ആരാധകർ വലിയ ആവേശത്തിലാണ്. അത്യാവശ്യത്തിന് ചില കാരണങ്ങളുമുണ്ട്. അത്രമാത്രം ഗംഭീരമായിരുന്നു ആ കളത്തിൽ അർജന്റീന ലോക ചാമ്പ്യന്മാർ എന്ന നിലയിൽ തന്നെ കളിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ജോസഫ് ജോർജ് ഫുട്ബോൾ കമന്റേറ്റർ, അപ്പം അനലിസ്റ്റ് നമ്മളൊപ്പം ഉണ്ട്. ജോസഫ്, ഈ അർജന്റീന ടീം ഇങ്ങനെയാണ് എന്നറിയാം. അതായത് 70-ാം മിനിറ്റൊക്കെ കഴിച്ച ശേഷം മാത്രമേ സ്കോർ ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. എന്ത് സ്വഭാവമാണെന്നറിയില്ല. എങ്കിൽ പോലും അസാധ്യമായിരുന്നില്ല ഇന്നലെ അർജന്റീനയുടെ പെർഫോമൻസ്? അർജന്റീന അർഹിച്ച വിജയം തന്നെയാണ് പൊരുതി നേടിയെടുത്തത്. ഇംഗ്ലണ്ട് ഗോൾ അടിച്ചതിന് ശേഷം കളിക്കളത്തിൽ ഒരു ടീം മാത്രമേ കളിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ജയിക്കാൻ വേണ്ടി കളിച്ച അർജന്റീന തന്നെ തോൽവി സമ്മതിക്കാത്ത അർജന്റീന അവര് 85-ാം മിനിറ്റിന് ശേഷം എങ്ങനെയാണോ ഈ ലോകകപ്പിലുടനീളം അവർ വേറൊരു ഫോം കാണിച്ചേക്കുന്ന അവസാന മിനിറ്റുകളിൽ ആ ഒരു പ്രകടനം തുടർന്നുകൊണ്ട് പോവുകയും അർഹിച്ച വിജയം നേടിയെടുക്കുകയായിരുന്നു. നല്ല അത്യുഗ്രൻ പ്രകടനം, ഒന്നും പറയാനില്ല. ഇംഗ്ലണ്ട് ക്ഷണിച്ചു വരുത്തിയ അപകടമാണെങ്കിൽ അർജന്റീന അർഹിച്ച വിജയം. ജോസഫ്, ഈ ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നിയത്, എനിക്ക് തോന്നുന്നു ഈ ആദ്യ 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഒന്നുമില്ല. അർജന്റീന 2 അവസരം ക്രിയേറ്റ് ചെയ്തു, ഇംഗ്ലണ്ട് ഒരെണ്ണം എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൽ പക്ഷേ പരുക്കൻ കളിയായിരുന്നു. ഇതുമൊരു ടാക്ടിക്സ് ആണോ എന്നുള്ള സംശയത്തിലാണ് ചോദിക്കുന്നത്. അതായത് തുടക്കമിടുന്നത് അർജന്റീന താരങ്ങളാണ്. അതായത് ഈ ഇംഗ്ലണ്ട് ടീമിനെ കുറച്ച് എക്സൈറ്റഡ് ആക്കുന്ന മട്ടിലേക്ക് കാര്യങ്ങളെ മാറ്റി അർജന്റീന തുടക്കത്തിൽ തന്നെ, അത് 2-3 മിനിറ്റിൽ തന്നെ പരുക്കൻ അടവുകളൊക്കെ തുടങ്ങി. തുടക്കം മുതലൊന്ന് മെരുക്കിയെടുക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കളി എങ്ങനെ ഒരു പരുക്കൻ കളിയാണെങ്കിൽ ഒരൊറ്റ ഗോളിൽ തീരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇംഗ്ലണ്ടിന് കിട്ടി, തോമസ് ടുക്കേലിന് കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് അവർ ഒറ്റ ഗോളിൽ ലീഡ് കിട്ടിയപ്പോൾ പിന്നെ മൊത്തമായി ഡിഫെൻഡ് ചെയ്യാമെന്നുള്ള ഒരു ചിന്ത ചിലപ്പോൾ ഒരുപക്ഷെ വന്നേക്കാം. എന്തായാലും ആദ്യ പകുതിയിൽ കളി വിരസമായിരുന്നു. പരിക്കൻ കളികളാണ് കൂടുതൽ കാണാനുണ്ടായിരുന്നത്. എന്നാൽ പോലും കാർഡുകൾ അത്രമാത്രം വന്നുമില്ല. അപ്പൊ റഫറി അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ നിയന്ത്രിച്ചു. ഏറ്റവും ആദ്യത്തെ യെല്ലോ കാർഡ് പുറത്തെടുത്ത ഒരു റഫ് ടാക്കിളിനാണ് മെസ്സിക്കെതിരെ ഉള്ളത്. അതിനുശേഷമുള്ള യെല്ലോ കാർഡും എല്ലാം യെല്ലോ കാർഡ് അർഹിച്ച ടാക്കിളുകൾ തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ പിടിച്ചു നിർത്തിയ ഇടപെടലുകളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രതീതി സ്കലോണി ഉണ്ടാക്കുകയായിരുന്നു. ഈ മത്സരത്തിൽ വേണമെങ്കിൽ ഒരു ഗോളിന് ജയിക്കാം. പക്ഷെ ഇംഗ്ലണ്ടിന് ഇത് ആദ്യമായിട്ടല്ല ലീഡ് എടുത്തിട്ടും അവർ പരാജയപ്പെടുന്നത്. 2018 ക്രൊയേഷ്യക്കെതിരെയും ആദ്യ പകുതിയിൽ തുടക്കത്തിൽ തന്നെ അവർ ലീഡ് നേടിയിരുന്നു ഒരു ഫ്രീ കിക്കിൽ. പക്ഷെ അന്നും അവർ തോറ്റുപോയി. അപ്പോൾ ലീഡ് എടുത്തിട്ടും സെമിയിൽ പുറത്താകുന്നത് ഇംഗ്ലണ്ട് ഇത് തുടർച്ചയായി 2-ാം തവണ, 3-ാം തവണയാണ് സെമിയിൽ ഇങ്ങനെ പുറത്താകുന്നത്. അതുകൊണ്ട് ഇംഗ്ലണ്ടിന് ഇത് അനുഭവത്തിൽ നിന്ന് പഠിച്ചില്ല എന്ന് പറയുമ്പോൾ, മറുവശത്ത് അർജന്റീനയുടെ ട്രാപ്പിൽ കൃത്യമായി പെട്ടു. അവസാന മിനിറ്റുകളിൽ അവർ ആഞ്ഞടിക്കുമെന്ന് അറിയാമായിരുന്നു. എന്നിട്ടും കൂടുതൽ അപകടം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. ഒരു ഔട്ട്ലെറ്റ് ഇല്ലായിരുന്നു ഇംഗ്ലണ്ടിന് അവസാന മിനിറ്റുകളിൽ ആക്രമിക്കാൻ. മത്സരത്തെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതുവരെ അർജന്റീന കാണിക്കാത്ത ഒരു മൂർച്ച, ഒരു സ്ട്രൈക്കിംഗ് എലമെന്റ് ഇന്നലെ ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെയാണെന്ന് ഓർക്കണം. ഇംഗ്ലണ്ട് ആക്രമണാത്മക ഫുട്ബോൾ കൊണ്ട് ഈ ലോകകപ്പിൽ ഗംഭീര പ്രയാണം നടത്തുമ്പോൾ അതേ ആയുധം ഉപയോഗിച്ച് അർജന്റീന അതിഗംഭീരമായി ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലേക്ക് മാറ്റി 2-ാം പകുതിയിൽ. ഈ മെസ്സിയുടെ പൊസിഷനിങ് ഉൾപ്പെടെ സ്കലോണിയുടെ തന്ത്രങ്ങൾ ആസൂത്രിതമായിരുന്നു. അത് ഗംഭീരമായി കളത്തിൽ അവർ അടരാടി എന്ന് തന്നെ പറയണ്ടേ? തീർച്ചയായിട്ടും. ഗോൾ അടിച്ചതിന് ശേഷം 88 മിനിറ്റ് കളി മുഴുവൻ നിയന്ത്രിച്ചത്, 88% പൊസഷനുമായി കളി നിയന്ത്രിച്ചത് ഇംഗ്ലണ്ട് ആയിരുന്നു, അർജന്റീന ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മേധാവിത്വം, അവർ പ്രതീക്ഷിച്ച ആ ഒരു മേധാവിത്വം തന്നെ, അത് അവര് ലിയോണൽ മെസ്സി അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിക്കുന്ന അവസരങ്ങളിൽ നിന്നും അവർക്ക് അർഹിച്ച ആ ഒരു ഗോൾ കിട്ടി. അർഹിച്ച കംബാക്ക്, ഒരു ഗോൾ അത് 2 ഗോളാക്കി മാറ്റി. അതായത് അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സൃഷ്ടിക്കുകയാണ്. ഇംഗ്ലണ്ടിന് നേരത്തെ പറഞ്ഞ ഒരു ഔട്ട്ലെറ്റ് ഇല്ല, കളിച്ച് നേടിയതാണ് അർജന്റീന ഈ വിജയം. ഒരു സംശയവും അക്കാര്യത്തിലില്ല. എനിക്ക് തോന്നുന്നു മെസ്സി ഫാക്ടർ നിലനിൽക്കുന്നു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ, ഒരു പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിലെ എക്സ്പീരിയൻസ് കൊണ്ടാണെന്ന് അറിയില്ല, ഈ കണ്ടിരുന്ന ആരാധകർക്ക് പോലും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇത് അർജന്റീന ജയിക്കുമെന്നുള്ളൊരു ഫീലായിരുന്നു തോന്നുന്നു. 1-0 പിന്നിലായ ശേഷവും എന്തുകൊണ്ടാണ് അർജന്റീനയ്ക്ക് ആ ഒരു കോൺഫിഡൻസ് നൽകാൻ കഴിയുന്നത്? എങ്ങനെയാണ് അർജന്റീന ഇത്തരത്തിൽ ഈ ആരാധകരെങ്കിലും പാകപ്പെടുത്തിയെടുത്തത്? യെസ്, അതെനിക്ക് തോന്നുന്നു മെസ്സി കളിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു മാജിക്ക് പ്രതീക്ഷിക്കും. പക്ഷെ ഇന്ന് ആ മാജിക്ക് വരുന്നത് വ്യക്തമായി കാണാമായിരുന്നു. 9 ട്രിപ്പിളുകളാണെന്ന് ഇന്നത്തെ മത്സരത്തിൽ ലിയോണൽ മെസ്സി പൂർത്തിയാക്കിയത്. 2 അസിസ്റ്റുകൾ. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് എന്ന് നിസ്സംശയം പറയാം. ഈ ലോകകപ്പിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ അറ്റാക്കിംഗ് മെട്രിക്സിലും അർജന്റീനയുടെ നമ്പർ 1 മെസ്സി തന്നെ. അപ്പോൾ ഈ നിലവിൽ ഗോൾഡൻ ബൂട്ട് റേസിലും 1-ാം സ്ഥാനം തിരിച്ചു പിടിച്ചു 2 അസിസ്റ്റുമായി. അങ്ങനെ ഇന്നൊരു മെസ്സി മാജിക്ക് തന്നെയായിരുന്നു, യാതൊരു സംശയവുമില്ല. അത് 2ാമത്തെ ഗോളിന്റെ അസിസ്റ്റ് എടുത്തു പറയണം.
അദ്ദേഹത്തിന്റെ വീക്കർ ഫൂട്ടായ റൈറ്റ് ഫൂട്ടിൽ നിന്നാണ് ആ ഇഞ്ച് പെർഫെക്റ്റ് ക്രോസ്. ഇംഗ്ലണ്ട് നല്ല ഉയരക്കാരായ ഡിഫൻഡർമാരെ കൊണ്ടുവന്ന് പ്രതിരോധിക്കാൻ നിൽക്കുമ്പോഴാണ് അങ്ങനെ ഒരു ക്രോസ് വരുന്നതും ലൗട്ടാരോ മാർട്ടിനസ് തുടർച്ചയായ 2ാം മത്സരത്തിലും ഇഞ്ചുറി ടൈമിൽ അവസാന വാക്ക് പറയുന്നത്. ഉറപ്പായിട്ടും ഈ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് തോമസ് ടുഹേൽ അദ്ദേഹം ഒരു വളരെ തന്ത്രജ്ഞനായിട്ട് പരിശീലകനാണ്, വളരെ കണ്ണിങ് ആയിട്ട് ടാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. പക്ഷേ എന്താണ് ശരിക്കും ഇംഗ്ലണ്ടിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് അവർക്ക് വീഴ്ച സംഭവിച്ചത്? ഇംഗ്ലണ്ട് എവിടെയാണ് പിഴച്ചുപോയത്? ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓവർ ഡിഫെൻഡ് ചെയ്യാനുള്ള ആ ഒരു തീരുമാനമാണ് പിഴച്ചതെന്ന് പറയാം. അവർ അത്യാവശ്യം ഭംഗിയായി അവരുടെ ഒരു സ്ലോ ബിൽഡപ്പ് ആണല്ലോ പൊതുവെ നമ്മൾ കാണാറുള്ളത്. ഈ ടൂർണമെന്റിൽ അവരുടെ വിജയിച്ച തന്ത്രം അതേപടി തന്നെ അവർ ഈ മത്സരത്തിലും തുടർന്നുകൊണ്ട് പോവുകയായിരുന്നു. പക്ഷെ ഗോൾ അടിച്ചതിന് ശേഷം അവർ തന്ത്രങ്ങൾ അതേപടി മാറ്റി. ക്ഷണിച്ചു വരുത്തിയ അപകടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അവർ അതിനുശേഷം വെറും 12% പൊസഷനാണ് 55ാം മിനിറ്റിൽ ഇംഗ്ലണ്ട് ഗോൾ അടിച്ചതിന് ശേഷം മത്സരം അവസാനിക്കുന്ന 92ാം മിനിറ്റിൽ ആ ഗോൾ വരുന്നോടം വരെ അവർക്കുള്ളത്. അതായത് കളിച്ചിട്ടേ ഇല്ല. നമ്മൾ സാധാരണ ഒരു ചെറിയ ടീമും വലിയ ടീമും തമ്മിലുള്ള ഒരു മത്സരത്തിൽ പോലും ഇതിനേക്കാൾ കൂടുതൽ പൊസഷൻ ആ ചെറിയ ടീം വെക്കാറുണ്ട്. അപ്പൊ ഇംഗ്ലണ്ട് ഇത് അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ, അമിത പ്രതീക്ഷയിൽ, ഓവർ കോൺഫിഡൻസിൽ അവർ ഡിഫെൻഡ് ചെയ്യാൻ കടിച്ചു തൂങ്ങി നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ പിടിവിട്ട് നിലയില്ലാ കയത്തിലേക്ക് പോയി. റൈറ്റ്. ഇനി ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ലയണൽ മെസ്സിയെ പിടിച്ചുകെട്ടാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞില്ല. പക്ഷേ ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം രണ്ടുപേരും നിശബ്ദരായിരുന്നു. അത് ഏത് തരത്തിലാണ് അർജന്റീനയുടെ ഡിഫൻസ് ഈ ടൂർണമെന്റിലെ ഏറ്റവും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചില്ല ഇന്നലെ? തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ മെരുക്കിയെടുത്തു എന്ന് പറയാം. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഫൗളുകൾ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തെ ആർഗ്യൂ ചെയ്യുന്നതും ബാക്കിയുള്ള ഫൗളുകളിലൊക്കെ പോയി റഫറിയോടും കളിക്കാരോടും തർക്കിക്കുന്നതും ഒക്കെ കാണായിരുന്നു. അപ്പോൾ ആ ഒരു ഹെഡ് സ്പേസിൽ അർജന്റീന ഡിഫൻഡർമാർ, പ്രത്യേകിച്ചും ഡിഫൻഡർമാർ മാത്രമല്ല ലിയാൻഡ്രോ പരഡേസും ഇതിലൊരു മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. ഇവരൊക്കെ അങ്ങനെ ഒരു കളിയിലൂടെ, ഒരു പരുക്കൻ അടവുകളിലൂടെ അങ്ങനെ കയറി പറ്റുകയും ചെയ്തു. അങ്ങനെ ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും ഈ രണ്ടു പേർക്കും, രണ്ട് പ്രധാനപ്പെട്ട കളിക്കാർക്കും. ഹാരി കെയ്ൻ ഡിഫെൻഡ് ചെയ്യുന്ന ഓർമ്മയാണ് എനിക്കുള്ളത്. ബോക്സിൽ വന്ന് പന്ത് ക്ലിയർ ചെയ്ത് പോകുന്നത്. എനിക്ക് ഒരു ഷോട്ടാണ് ഹാരി കെയ്ൻ ഈ മത്സരത്തിൽ എടുത്തത്. ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഷോട്ട് പോലും ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഹാരി കെയ്ന്റെ ഷോട്ട് നേരെ ബ്ലോക്ക് ആയിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരെയും ഒതുക്കി കളഞ്ഞു. ബോക്സിനുള്ളിൽ അവരുടെ ഒരു കോമ്പിനേഷൻ പ്ലേ ഒന്നും, അറ്റാക്കിംഗ് ട്രാൻസിഷനിലൊന്നും നമുക്ക് ഒരിക്കലും കാണാൻ പറ്റിയില്ല. രണ്ടുപേരെയും നിശബ്ദരാക്കി കളഞ്ഞു അർജന്റീന ഡിഫൻസ്. അതില് ഇന്ന് ശരിക്കും പറഞ്ഞാൽ സ്കലോണിയുടെ തന്ത്രങ്ങൾ നമ്മൾ പൊതുവെ പ്രവചിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ആദ്യത്തെ ചേഞ്ച് തന്നെ മാറ്റി. ഡിഫൻസീവ് ചേഞ്ച് തന്നെ അത്ഭുതപ്പെടുത്തി. ലിസാൻഡ്രോ മാർട്ടിനസിനെ പിൻവലിച്ചിട്ടാണ് ഒട്ടോമന്റിയെ കൊണ്ടുവന്നത്. ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്ത്യൻ റൊമേറോയും രണ്ടുപേരും യെല്ലോ കാർഡിലാണ്. ആ ഒരു സാഹചര്യത്തിൽ പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുക റൊമേറോയെ പിൻവലിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഇടിച്ചു കളിക്കുന്ന രണ്ട് ഡിഫൻഡർമാർ വേണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സ്കലോണി പോവുകയായിരുന്നു. ആ ഒരു കോമ്പിനേഷൻ, കഴിഞ്ഞ വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ആ ഒരു കോമ്പിനേഷൻ തന്നെ ഇത്തവണയും ഫൈനലിൽ അവരെ എത്തിച്ചു. അതുപോലെ തന്നെ ആദ്യത്തെ മാറ്റം അവിടെ തുടങ്ങിയാണ് അർജന്റീനയുടെ കളി മാറിയത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം നിക്കോ ഗോൺസാലസ് വന്നപ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ കുറച്ചുകൂടെ വിട്ടു വന്നു. അർജന്റീനയ്ക്ക് മനസ്സിലായി ഇവർ സിറ്റ് ബാക്ക് ചെയ്യാൻ പോവാണ്. പരേഡസിനെ പിൻവലിച്ചിട്ടാണ്, ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ പിൻവലിച്ചുകൊണ്ടൊരു വിങ്ങറിനെ കൊണ്ടുവരുന്നു. ഓട്ടോമാറ്റിക്കലി വിട്ട് കൂടി ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ പൊസിഷനിലേക്ക് ഇറങ്ങി എൻസോ ഫെർണാണ്ടസിന് അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ലോങ് റേഞ്ച് ഷോട്ട് എടുക്കാൻ പറ്റുന്നു. ഈ മത്സരത്തിൽ 4 ലോങ് റേഞ്ച് ഷോട്ടാണ് എൻസോ എടുത്തത്. പക്ഷെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ തന്ത്രങ്ങൾ പാളി, സ്കലോണിയുടെ തന്ത്രങ്ങൾ വിജയിച്ചു. എക്സാക്ട്ലി, അതാണ്. ലിയാൻഡ്രോ പരഡേസിനെ പിൻവലിച്ച് അവിടെ നിക്കോള ഗോൺസാലസിനെ കൊണ്ടുവരികയാണ്. പിന്നാലെ ലിസാൻഡ്രോ മാർട്ടിനസിനെ പിൻവലിച്ച് ഒട്ടമന്റിയെ കൊണ്ടുവരുന്നു. ജോസഫ് സൂചിപ്പിച്ച പോലെ സ്കലനേറ്റ അത് ഒരു വല്ലാത്ത രീതിയിലാണ് അയാളുടെ നീക്കങ്ങളെല്ലാം അത് തന്നെയാണ് ഈ മത്സരത്തിൽ പ്രകടമായത്. താങ്ക് യു ജോസഫ് ഫോർ ജോയിനിങ്. മനോഹരമായിട്ടുള്ള ഒരു ഫുട്ബോൾ രാത്രിയാണ് ആരാധകർക്ക് നൽകിയത് അർജന്റീന എന്നുള്ളതിൽ സംശയമില്ല. ഇനി ഫൈനലാണ്, സ്പെയിൻ അർജന്റീന ഫൈനൽ പോരാട്ടം. ഞായറാഴ്ച രാത്രി കിക്ക് ഓഫ് ആകുമ്പോൾ ഈ ലയണൽ മെസ്സിയും സംഘവും എന്തൊക്കെ കരുതി വെച്ചിരിക്കുന്നു എന്നുള്ളത് കാത്തിരിക്കാം. മറുവശത്ത് ലമിൻ യമാലും ഒപ്പം സ്പാനിഷ് ടീമും, ഫ്രാൻസിനെ വീഴ്ത്തിയെത്തിയ സ്പാനിഷ് ടീം എന്ന് എടുത്തു പറയണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.